പുറത്ത് എത്ര വലിയ ചൂടാണെങ്കിലും അത് അനുഭവപ്പെടാത്ത ഒരു റെസ്റ്റോറൻറ്റ്, ഒരു AC പോലും ഉപയോഗിക്കാതെയാണ് ഇടപ്പള്ളിയിലെ ഫ്രഷ് ട്രീസ് ഗാർഡൻ കഫേ ചൂടിനെ നിയന്ത്രിച്ച് നിർത്തുന്നത്. ഇവിടെ എത്തുന്നവർക്ക് എന്തുകൊണ്ടും ഒരു പുത്തൻ അനുഭവം തന്നെയാകും ഈ ഫ്രഷ് ട്രീസ് ഗാർഡൻ കഫേ സമ്മാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. കൊച്ചിയിൽ നല്ല പൊള്ളുന്ന ചൂടാണ്, പക്ഷേ ഇവിടെ എത്തിയ ആ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുകയില്ല. ഈ കാണുന്ന മഴത്തുള്ളികളും അതുപോലെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ ചെടികളുമെല്ലാമാണ് ഇവിടുത്തെ ചൂടിനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. മെയിൻലി ഇതൊരു ഓക്സിജൻ ബൂത്താണ്. ബേസിക്കലി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല തണുപ്പും ആ ഒരു കാര്യം. നമ്മളിവിടെ AC വെച്ചിട്ടില്ല, അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് കൂളിംഗ് സിസ്റ്റംസ് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയാനുള്ള ടെറാക്കോട്ട കൂളിംഗ് സിസ്റ്റം, സെക്കൻഡ് നമ്മൾ കുറച്ച് സ്പ്രിംഗ്ലേഴ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക്കൽ നമ്മൾ പുറത്തത്തെ ചൂടിനെക്കാട്ടി ഒരു 5 ഡിഗ്രി ചൂടെങ്കിലും നമുക്കിവിടെ കുറവായിരിക്കും. ലീവിങ് വിത്ത് നേച്ചർ എന്നുള്ള ഇപ്പം ചെറിയ ചൂട് നമ്മളൊന്ന് ഒരു 5 ഡിഗ്രി 6 ഡിഗ്രി ഒന്നും നമ്മളിവിടെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഇവിടുത്തെ മെയിൻ ആംബിയൻസ് ആണ് മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കിവിടെ പല ടൈപ്പ് ഫുഡുകളുണ്ട്. നമുക്ക് കോണ്ടിനെൻ്റൽ ഫുഡ്സ് ഉണ്ട്, ഏഷ്യൻ ഉണ്ട്, ദെൻ കുറച്ച് നാടൻ സംഭവങ്ങളുണ്ട്, പിന്നെ വെറൈറ്റി ഓഫ് ബിവറേജസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ഫ്രീ ആയിരിക്കും. നമ്മുടെ പേര് തന്നെ ഫ്രഷ് ട്രീസ് എന്നാണ്. അതൊരു സ്ട്രെസ് ഫ്രീ ആകാം. അതുപോലെ തന്നെ ഈ കാടിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് കുറേ ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളുടെ ഒരു മോട്ടോ. പുറത്ത് എത്ര വെയിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ നല്ലൊരു കൂളിംഗ് ഫീലാണല്ലോ. ഇപ്പം ഓൾമോസ്റ്റ് 12 ആണ് ആഫ്റ്റർനൂൺ, എന്നാലും നല്ല കൂളാണ്. ഇപ്പം എനി ടൈം എനിവെയർ എന്നുള്ളൊരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നല്ല സർവീസാണ്, ഫുഡ് വൈസ് ആയാലും അഫോർഡബിളും ആണ്. കഫേയിൽ വന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് നഴ്സറി ചെടികളെല്ലാം നോക്കി ആ ചെടികളിൽ നിന്ന് സെലക്ട് ചെയ്ത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി വളർത്താനുള്ള സൗകര്യങ്ങൾ, പിന്നെ അതിനുള്ള സപ്പോർട്ട്സും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ വളർത്തണം, എങ്ങനെ അത് പരിപാലിക്കണം. ഇവിടെ നമുക്ക് ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരിയുടെ ഇതിൽ വെച്ചിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട്. ഒഴിവു നേരങ്ങളിൽ ഇവിടേക്ക് എത്തിയാൽ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിൽ ഒരു ആംബിയൻസും അതോടൊപ്പം തന്നെ ചൂടിനൊരു ശമനവും വേറെ നല്ല രുചികരമായ ഭക്ഷണവും ആസ്വദിച്ച് നമുക്കിവിടെ നിന്നും മടങ്ങാം. ബിനു തോമസിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് തത്സമയം. വിഷ്ണു, നട്ടുച്ച പൊരി വെയിലത്ത് വിശന്ന് വലഞ്ഞ് നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങുമ്പോൾ പലപ്പോഴും നല്ല ഭക്ഷണം കിട്ടുമെന്ന് മാത്രമല്ല അവിടെ AC ഉണ്ടോയെന്ന് കൂടിയാണ് നോക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ AC ഇല്ലെങ്കിലും നല്ല തണുപ്പുണ്ട്, ഒരു കിടിലൻ ആംബിയൻസ് ഉണ്ട്. വിഷ്ണു എന്തായാലും അവിടേക്ക് നേരിട്ട് ചെന്നല്ലേ, എങ്ങനെ അടിപൊളിയല്ലേ അവിടുത്തെ എക്സ്പീരിയൻസ് പറയൂ. നമ്മളൊരു ഉച്ചനേരത്താണ് അവിടേക്ക് ചെല്ലുന്നത്, അതായത് നല്ല ചൂടുള്ള സമയത്തായിരുന്നു ചെല്ലുന്നത്. എന്നാൽ പുറത്തുനിന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ആ ചൂടിലുണ്ടാകുന്ന ഒരു വ്യത്യാസം ശരിക്കും അനുഭവപ്പെടാൻ സാധിച്ചിരുന്നു. അതൊരു 5 ഡിഗ്രി വരെയുള്ളൊരു ചൂട് കുറയുമെന്നാണ് അപ്പോൾ നമ്മുടെ സാബുചേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ്, വലിയ കാര്യമായിട്ടുള്ള ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രധാനമായും ആ ചൂടിനെ നിയന്ത്രിക്കുന്നത് ആ കാണുന്ന വച്ചിരിക്കുന്ന അലങ്കാര ആയിട്ടുള്ള വീട്ടിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ പിന്നുള്ള ആ ടെറാക്കോട്ട മെത്തേഡ് വഴിയുള്ള ചൂടിനെ നിയന്ത്രിക്കുന്ന ഒരു മാർഗവും പിന്നെ ആ സ്പ്രിംഗ്ലർ വഴി വെള്ളം തളിച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡുമാണ് അവിടെ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാര്യമായി തന്നെ ചൂടിനെ നമുക്ക് കുറയ്ക്കുന്നുണ്ട് അവിടെ. ഏതായാലും അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇത്തരം ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ, റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് 3 വർഷമായിട്ട് എടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ് ഫ്രഷ് ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരംഭിക്കുമ്പോൾ തന്നെ, ആ ഹോട്ടൽ നിർമ്മിക്കുമ്പോൾ തന്നെ പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള ദോഷം ഉണ്ടാവരുത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആ മരങ്ങളെല്ലാം അതുപടി തന്നെ നിലനിർത്തിക്കൊണ്ടും മറ്റു ചുമരുകളോ അങ്ങനെയൊന്നുമില്ല. പകരം ആ ഒരു വൃക്ഷങ്ങൾ ഇല്ലെങ്കിൽ ആ അലങ്കാര ചെടികളെല്ലാം വെച്ചുകൊണ്ടാണ് ഒരു അതിർത്തിയൊക്കെ അവർ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ആ ഒരു ചൂട് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് വേറെ കിട്ടാത്ത വലിയ ചൂടൊന്നും ഇല്ലാതെ AC ഇല്ലെങ്കിൽ പോലും ചൂടില്ലാതെ കിടിലൻ ആംബിയൻസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം ഇടപ്പള്ളിയിലെ ഫ്രഷ് ട്രീസ് ഗാർഡൻ കഫേ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയാൽ നമുക്ക് അടിപൊളി ഭക്ഷണം കഴിച്ച് നല്ല ആംബിയൻസും കണ്ട് തിരിച്ചു പോരാം.